സോ ഗൈസ്, നമ്മൾ അങ്ങനെ ഋഷികേശിനോട് വിട പറഞ്ഞ് നേരെ ഡൽഹിക്ക് പോവാണ്. ഋഷികേശ് യോഗ് നഗരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ പിടിച്ച് ഡൽഹിക്ക് പോകാനാണ് പ്ലാൻ അല്ലേ? അതെ. മാമോസ് അർജന്റീന. അർജന്റീന വിജയിക്കും. അതെ. ഇന്നലെ അർജന്റീന മെക്സിക്കോ കളി ഉണ്ടായിരുന്നു, അതിനെ പറ്റിയാണ് അവർ പറയുന്നത്. ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലും. അതെ അതെ, കറക്റ്റ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. കാരണം അവിടുന്ന് രാത്രിയാണ് നമുക്ക് ഫ്ലൈറ്റ് അല്ലേ? സോ ഇനി ഡൽഹി എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മൾ അങ്ങനെ ഡൽഹി നിസാമുദ്ദീനിൽ എത്തിയിട്ടുണ്ട്. പെട്ടിയൊക്കെ ആയിട്ട് കയറി പോവാണ്. മെട്രോ പിടിച്ച് മണ്ടി ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ അടുത്ത് പോയി ഒന്ന് ഫ്രഷപ്പ് ആയി പിന്നെ കറങ്ങാനാണ്. ഗൈസ്, ഈ എക്യുപ്മെന്റിൽ നമ്മൾ ഡെബിറ്റ് കാർഡ് വെച്ച് ഇവിടുത്തെ മെട്രോ എടുക്കാൻ പറ്റും. ഡൽഹിയിലെ ഏറ്റവും യൂസ്ഫുൾ ആൻഡ് എക്കണോമിക് സംഭവം ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കോയിൻസ് കിട്ടി. നമ്മൾ ഇനി മണ്ടി ഹൗസിലേക്ക് പോകുന്നു. നമ്മൾ മെട്രോയിൽ നോട്ടീസ് ചെയ്ത വേറൊരു സംഭവം എന്ന് വെച്ചാൽ ടുവേർഡ്സ് ബ്ലൂ ലൈൻ എന്നൊക്കെ പറഞ്ഞ് ആരോ വെച്ചിട്ടുണ്ട്. പിന്നെ നടക്കുന്ന കാലിൻ്റെ സിമ്പിൾസും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇത് പ്ലാറ്റ്ഫോമിലേക്കുള്ളത്, അതിൻ്റെ ആരോ കൊള്ളാം സംഭവം അല്ലേ? നമ്മളങ്ങനെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളവിടെ പോയി ഫ്രഷപ്പ് ഒക്കെ ആയി. യെസ്, നമ്മുടെ ഫ്രണ്ടായ ഒരു കോമ്രേഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ കോമ്രേഡിൻ്റെ അവിടെ ലഗേജ് ഒക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഇന്ന് ഫുൾ ഡൽഹി എക്സ്പ്ലോറേഷൻ പ്ലസ് ഫുഡിങ് ആയിരിക്കും വീഡിയോയിൽ. ഓക്കെ, നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് PT രവിശങ്കർ ശുക്ല ലെയിലാണ്. MP മാരുടെയൊക്കെ റെസിഡൻസി ഉള്ളതാണ്. നമ്മൾ സ്റ്റേ ചെയ്തത് സീതാറാം യെച്ചൂരിൻ്റെ റെസിഡൻസിയിലാണ്. സ്റ്റേ ചെയ്തല്ല, നമ്മുടെ ഫ്രണ്ട് ഉള്ളത്. അവൻ ഇവിടുത്തെ SFIയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. ആ റൈറ്റ് സൈഡിൽ പോകുന്ന പുള്ളി അഭ്യുത്തൻ എന്നാണ് പേര്. നമ്മുടെ MP, നമ്മുടെ സ്വന്തം MP NK പ്രേമേന്ദ്രൻ്റെ ഡൽഹിയിലെ വസതിയാണ്. താണ്ട ഇത് കണ്ടില്ലേ? NK പ്രേമേന്ദ്രൻ MP ലോക്സഭ കൊല്ലം കേരള. നമ്മൾ ഈ മരങ്ങളുടെ ബാക്കിൽ കാണുന്ന ഐറ്റമാണ് നേപ്പാൾ എംബസി. ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഐറ്റമാണ് ലളിതകല അക്കാഡമി. അതിൻ്റെ എൻട്രൻസ് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും അല്ലേ? നമ്മളിപ്പോൾ ലളിതകല അക്കാഡമിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് നടന്നു പോകുന്നത്. നാഷണൽ അക്കാഡമി ഓഫ് ആർട്ട്. ഡൽഹിയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ, വെറുതെ റോഡിൽ കൂടെ നടന്നാൽ തന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഇത് ദൂരദർശൻ്റെ മെയിൻ ഓഫീസ്. അപ്പോൾ നിങ്ങൾ ജുമാ മസ്ജിദിൽ മെട്രോ ഇറങ്ങുവാണെങ്കിൽ ഗേറ്റ് നമ്പർ 234ലേക്കാണ് ഇറങ്ങേണ്ടത്. കാരണം അതാണ് ജുമാ മസ്ജിദിലേക്കുള്ള എക്സിറ്റ്. ഗേറ്റ് നമ്പർ 1ലേക്ക് എക്സിറ്റ് അടിക്കരുത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ജുമാ മസ്ജിദ് സ്ട്രീറ്റ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഭയങ്കര റഷാണ്. നമ്മൾ ജുമാ മസ്ജിദിൻ്റെ സൈഡിലുള്ള റോഡിൽ കൂടെ മെയിൻ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ മെയിൻ ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണത്. ഖുറേഷി അവിടെ. നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഖുറേഷി കബാബാണ്. ഖുറേഷി കബാബിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇരുന്ന് കഴിക്കാനൊരു സ്ഥലമുണ്ട്. അതിവിടെ അല്ല, ഇതുവഴിയാണ്. യെസ്, ഖുറേഷി കബാബ് കോർണറിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെയോ അപ്പുറത്തോ വേറെ മതി. സ്ഥലമില്ലല്ലേ? അന്ന എല്ലാം പറയാം. നമുക്ക് എല്ലാം ഓരോന്ന് വെച്ച് ചെറുതായിട്ട് പറഞ്ഞിട്ട് അടുത്ത സ്പോട്ടിൽ നിന്ന് റൈസ് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ വെച്ച് കിട്ടി. ഷീ കബാബും ചിക്കൻ കബാബും. ഇതിൻ്റെ ഇതൊക്കെയോ ഇതൊക്കെ എടുക്കാവോ? ഇത് പിടിക്ക്. പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് തിന്നാം. സോ ഇതാണ് ഐറ്റംസ്. നമ്മളങ്ങനെ ഖുറേഷി കബാബ്സ് ഇറങ്ങി അടുത്ത അസ്ലം ബട്ടർ ചിക്കനിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ വഴിയിൽ നമുക്ക് കുറേ സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സിനെ കാണാം. ഇങ്ങനെ കബാബും ഗ്രില്ലും റോളും സാധനങ്ങളൊക്കെ വെച്ച്. സോ ഗൈസ്, നമ്മളങ്ങനെ അസ്ലം ബട്ടർ ചിക്കനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അസ്ലം ബട്ടർ ചിക്കൻ കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ചിക്കനൊക്കെ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 3-4 നില കയറി ഇറങ്ങി വെയിറ്റ് ചെയ്യാണ് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി. മേളിലൊക്കെ മുടിഞ്ഞ തിരക്കാണ്. സോ ഗൈസ്, ഇവിടുത്തെ അസ്ലം ബട്ടർ ചിക്കൻ, ദ ഫേമസ് അസ്ലം ബട്ടർ ചിക്കൻ ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓ എൻ്റെ മോനെ, കാണുമ്പോൾ തന്നെ കൊതിയാവും.
നമ്മുടെ അടുത്ത സ്പോട്ടാണ് ഹാജി മുഹമ്മദ് ഹുസൈൻ. ദേ ഈ അപ്പൂപ്പനിരുന്ന് ചിക്കൻ ഉണ്ടാക്കുന്ന സ്ഥലം. എണ്ണ തെറിക്കും. സോ ഗൈസ്, നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട്. കൈയൊന്നും മാറ്റിയാൽ ചിക്കൻ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു പിള്ളേർക്ക്. ബെറ്റർ, ഗ്രേറ്റ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് ലാസ്റ്റായിട്ട് ഷാഹി തുക്കട കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഖുറേഷി കബാബ്സ് കഴിച്ചതിന് തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ടാണ് ഷാഹി തുക്കടയുടെ കടയുള്ളത്. തുക്കട വിത്ത് ഐസ്ക്രീമും ഷാഹി തുക്കട വിത്ത് റബ്ഡിയാണ്. രണ്ടെണ്ണം വാങ്ങാം ആദ്യമേ, എന്നിട്ട് എങ്ങനെ നോക്കാം. ഷാഹി തുക്കട വിത്ത് റബ്ദി. നമ്പർ 1 ജുമാ മസ്ജിദിന്റെ ഗേറ്റ് നമ്പർ 1 കയറാനാണ് നമ്മളിനി പ്ലാൻ ഇടുന്നത്. സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ ജുമാ മസ്ജിദ് എൻട്രൻസ് ഗൈസ്. ഇതാണ് ജുമാ മസ്ജിദിന്റെ എൻട്രൻസ്. ജുമാ മസ്ജിദിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഹെവി ഐറ്റം, ഹെവി. പിന്നെ മുകളിൽ കയറണമെങ്കിൽ നമ്മൾ വേറെ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. അതിന്റെ കൗണ്ടർ ഇതേ അവിടെയാണ്. ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ആണ് എന്തായാലും. ഔട്ട് ബോട്ടിന്റെ നടുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ സൂം ചെയ്ത് കാണിച്ചു തരാം. എന്തേ ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടാ. സോ ഗൈസ്, നമ്മളങ്ങനെ മണ്ടി ഹൗസിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അലക്സാണ്ടർ പുഷ്കിന്റെ സ്റ്റാച്ചു ആണ് താണ്ട ഇത് എന്ന് അണ്ണൻ പറയുന്നു. ഹൗ വാസ് ജുമാ മസ്ജിദ് ഫുഡ് എക്സ്പ്ലോറേഷൻ ഗൈസ്? പൊളിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് സത്യമോ കള്ളമോ? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. ബൈ.